വിജയ് ചേട്ടാ, ചേട്ടനും ഷാനിക്കയും കോംബോയില് നമുക്ക് പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവർ ഇവര് രണ്ടുപേരുടെ കൂടെ വളരെ അപൂർവമാണ്. എനിക്ക് പാടിയിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് വേണ്ടി പാടിയത് മാമരങ്ങളെയാണ്, പട്ടണത്തിൽ പോകത്തിലെ മാമരങ്ങളെ. പിന്നെ കൊച്ചവോ പൗലോ, അതില് നീലക്കണ്ണുള്ള മാനെ, പിന്നെ ഇന്നലെയോളം എന്ന് പറഞ്ഞ പാട്ട്. അങ്ങനെ 3 പാട്ട്. നമുക്ക് ചില പാട്ടുകൾ ഉണ്ടാവില്ല, നമ്മൾ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിജയ് പാടിയാൽ അത് ചെയ്യുമ്പോഴേ ഉറപ്പിച്ചു ഷാനിക്ക. അങ്ങനെയാണ്. അതായത് കൊടുത്തു കഴിഞ്ഞാൽ പാട്ട് സേഫാണ്. ഇനി ശരത് സാറിന്റെ ആ പാട്ട് ശരത്തേട്ടനും ഓർമ്മയില്ല, എനിക്ക് ടഫായിരുന്നോ? ഇല്ല, എനിക്ക് അത് മുന്നേ പാടിപ്പിക്കുന്നത് വളരെ ഈസി ആയിട്ടാ പാടിപ്പിക്കുന്നത്, പക്ഷെ നമുക്ക് ടഫാണ്. എനിക്ക് വിജയ് പാടിയ അത് റിലീസ് ആയിട്ടില്ല. ഇന്ദ്രജിത്ത് അഭിനയിക്കുന്നത് അത് മാത്രം ഓർമ്മ. അത് മധുരം എന്ന് പറഞ്ഞ നമ്മുടെ രഘുനാഥ് പലേരി അണ്ണാച്ചിയുടെ ഫിലിമാണ്. അപ്പൊ അതിലൊരു ഉഗ്രം 5/8 പാട്ട് പാടിയിട്ടുണ്ട്, മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയുടെ പരോൾ എന്നുള്ള ചിത്രത്തിൽ ഒരു ലാൽ സലാം അതും പാടിയിട്ടുണ്ട്. അപ്പൊ അവന് ഞാനത് പാടിയപ്പോഴാണ് ഞാൻ പറഞ്ഞു, ആ അച്ഛന്റെ ക്വാളിറ്റി ഉണ്ട് അതിന്റെ ശബ്ദത്തിന്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ ശരത് സാറിന്റെ കൂടെ? അങ്ങനെ നമ്മൾ അധികം വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് എന്താണ് ശ്രീരാഗമോ എന്റെ ഓൾ ടൈം ഫേവറേറ്റ്. അതെ, എല്ലാരും പറയുന്ന സോങ് ആണെങ്കിലും അതിനൊരു കാരണമുണ്ട്. ബിക്കോസ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല, എന്നാലും എനിക്ക് എപ്പോഴും ലൈക്ക് അതൊരു ഇപ്പൊ ലൈക്ക് റീസെൻ്റ്ലി ഒരു രവീന്ദ്ര മാഷിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ കൊച്ചിയിൽ. അപ്പോൾ അവരിങ്ങനെ സോങ് ലിസ്റ്റ് ഒക്കെ ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലിങ്ങനെ അറിയാണ്ട് ഈ പാട്ടാണ് എന്നാണ് പാടാൻ വേണ്ടി വരുന്നത് എന്നാണ്. ജസ്റ്റ് ഏതോ ഒരു ഇതിൽ എനിക്ക് എപ്പോഴും ഈ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആയതുകൊണ്ട് ഞാൻ എല്ലാ പ്രോഗ്രാമിലും ഇതെങ്ങനെയെങ്കിലും പാടണോ, അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പാട്ട് എടുത്തത് തന്നെ. ലൈക്ക് സ്റ്റേജിലൊക്കെ പാടാൻ തുടങ്ങാൻ വേണ്ടി എടുത്തത് തന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട്. ഇവരൊക്കെ ഈ ഹരിമുരളി പ്രമദവനം എന്നൊക്കെ ഒരു ചെറിയ ലെവലുണ്ടല്ലോ, അതുപോലെ കുറച്ച് മുമ്പൊക്കെ പ്രമദവനമൊക്കെ പാടാൻ തുടങ്ങി. ഇപ്പോഴും ഞാൻ ഹരിമുരളി എടുത്തിട്ടില്ല, പക്ഷെ കുറച്ച് നാൾ മുമ്പ് ശ്രീരാഗവും എടുത്തു. ലൈക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന പാട്ടിൽ നമ്മൾ എടുക്കണം എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇറ്റ്സ് ഓൾസോ ചാലഞ്ച്. അപ്പോൾ തീർച്ചയായിട്ടും എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആ ഒരു പാട്ടാണ്. ഒരുപാട് വേദികളിൽ പാടിയല്ലോ, നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലും ഒരു 2 പേര് പ്ലീസ്. കുറച്ച് കഴിഞ്ഞിട്ട് പാടിയപ്പോലെ ഇപ്പൊ ചെറുതായിട്ട് ഇപ്പൊ ടോപ്പിക് വന്ന സ്ഥിതിക്ക് നമുക്ക് ഒന്ന് ചെറുതായിട്ട് 2 പേര്. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം പുത്തിലങ്ങി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആനക്കേറാമേട്ടിൽ ഇനി 1000 കൊളുത്താം ഇനിയുമീ കഥകളിൽ ഇലവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയാ ശ്രീരാഗമോ തേടുന്നു നീ. ശരത് സാർ താങ്ക് യു. ഇവനല്ലേ പാടിയത്? അല്ല, എന്നാലും അത് താങ്ക് യു പറഞ്ഞു. ചെക്കനല്ലേ പാടിയത്, പക്ഷെ അത് ഉണ്ടാക്കിയതിന്. അയ്യോ, ഞാനിപ്പോൾ ഉള്ള സത്യം പറയാം വിജയ്, നീ പാടുമ്പോൾ ഞാൻ ആലോചിച്ചത് ദാസേട്ടൻ വന്ന് പാടി ആ ഒരു മൊമെന്റാണ് ഞാൻ ആലോചിച്ചത്. അത് ഒന്നാമത് അവന്റെ ടോണും സാക്ഷാൽ അദ്ദേഹത്തിന്റെ മകനാണല്ലോ. അപ്പം അത് ഞാനിങ്ങനെ ദാസേട്ടൻ വന്നതും ഇത് ഞാൻ പറഞ്ഞു കൊടുത്തതും ദാസേട്ടൻ പാടിയതൊക്കെ കോതണ്ട പാടിയില്ല. ആ ശബ്ദം ദാസേട്ടൻ ഇങ്ങോട്ട് ശ്രീരാഘവൻ പാടി വന്നപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ അന്തം പെട്ട്. കോതണ്ട പണിയിലായിരുന്നല്ലേ? കോതണ്ട പണിയില്ല, ഇപ്പൊ കോതണ്ട പണി സ്റ്റുഡിയോ ഇല്ല. കോതണ്ടപാടി മുഴുവൻ ഫ്ലാറ്റ് അവിടെ പാടാൻ പറ്റത്തില്ല, ഫ്ലാറ്റ് ആയിപ്പോ. താങ്ക് യു വിജയ്. താങ്ക് യു വിജയ് ചേട്ടാ. താങ്ക് യു.